പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽവേളയ്ക്കായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. പൗലോസ് എഫെസോസ് വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളായ നമ്മൾക്ക് ഒരു പോരാട്ടമുണ്ടെന്ന് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് വ്യക്തികളോടല്ല, സഭകളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് അയൽക്കാരോടല്ല, പിന്നെയോ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട്, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. ആരാണ്? പിശാചിനോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിഷയം, ഈ പകൽവേളയിൽ എന്നെയോ നിങ്ങളെയോ തകർത്ത് കളയുവാൻ മനുഷ്യരല്ല മുൻപോട്ട് വരുന്നത്, എന്നാൽ പിശാച മനുഷ്യരിൽ കൂടെ നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ചില വ്യക്തികളെ ഒക്കെ പിശാച് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മെ തകർത്ത് കളയുവാൻ. അപ്പൊ നമുക്കൊരു പോരാട്ടമുണ്ട്. അത് മനുഷ്യരോടല്ല, പിശാചിനോടാണ്. അതുകൊണ്ട് പൗലോസ് ആ വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്ന 3 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുക. ഒന്ന്, നിങ്ങൾ പിശാചിന്റെ പോരാട്ടങ്ങളെ ജയിക്കുവാൻ നിങ്ങൾക്ക് ശക്തിപ്പെടണം. നിങ്ങൾ പിശാച് ബലത്തോടെ നമ്മുടെ മുൻപിലേക്ക് വരുമ്പോൾ, നമ്മെ തകർത്ത് കളയുവാൻ അവൻ പദ്ധതികളുമായി വരുമ്പോൾ, അവന്റെ പദ്ധതികളെ ശക്തിയോടെ നേരിടുവാൻ നമ്മൾ ദൈവകൃപ പ്രാപിച്ചിരിക്കണം. ഗോലിയാത്തിന്റെ സകല പദ്ധതികളെയും തകർത്ത് കളയുവാൻ ദാവീദിന് കഴിഞ്ഞത്, ദാവീദിന്റെ മേൽ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രാപിച്ച ദൈവപൈതലിന് ശത്രുവിനെ ജയിപ്പാൻ കഴിയും. ആകയാൽ നമുക്ക് പോരാട്ടമുള്ള ശത്രുവിനോട് ജയിക്കുവാൻ ഇന്ന് പകൽക്കാലം നമ്മൾക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമ്മൾ ശക്തിപ്പെടുക. രണ്ടാമത്, നാം ചിലതൊക്കെ ധരിക്കണം. പൗലോസ് എഫെസോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചമൊക്കെ ധരിച്ച്, അതിനെ ചില ധരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയും. മാനുഷികമായ കവചങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അണിയിക്കുന്ന കവചങ്ങൾ ധരിച്ചാൽ ഏത് ശത്രുവിനെയും നമുക്ക് തോൽപ്പിക്കാൻ കഴിയും. സ്തോത്രം. ആകയാൽ ദൈവത്തിന്റെ മക്കളെ, ഇന്ന് പകൽക്കാലം നമുക്കെതിരായിട്ട് വരുന്ന ശത്രുവിന്റെ പദ്ധതികളെ തകർക്കുവാൻ ദൈവം നമുക്ക് ദാനമായി നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. നിങ്ങൾ ദൈവകൃപയുടെ വസ്ത്രം ധരിച്ച ഒരു ദൈവപൈതലാണെങ്കിൽ ശത്രുവിന് നിങ്ങളോട് ദേഷ്യമുണ്ടാകും. സഹോദരന്മാരുടെ മധ്യത്തിൽ വെച്ച് യോസഫിന് തന്റെ പിതാവ് കൊടുത്ത വസ്ത്രം കണ്ട്, പ്രത്യേക അഭിനന്ദനങ്ങൾ കണ്ട്, യോസഫിന്റെ സഹോദരന്മാർക്ക് യോസഫിനോട് അസൂയ തോന്നിയതുപോലെ എന്റെയും നിങ്ങളുടെയും പല സഹോദരന്മാരുടെയും മധ്യത്തിൽ പലരിൽ നിന്നും വ്യത്യസ്തരായി ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ചില പ്രത്യേകമായ ദൈവകൃപ ദൈവം നമ്മെ തന്നിരിക്കുമ്പോൾ അത് കണ്ട് ഇഷ്ടമില്ലാത്ത ശത്രുക്കൾ നമ്മെ തകർത്ത് കളയുവാൻ പദ്ധതിയിടും. പക്ഷേ നാം തളർന്നു പോകരുത്. ദൈവകൃപയോട് നാം അതിനെ നേരിടുവാൻ കഴിയണം. മൂന്നാമത് പൗലോസ് പഠിപ്പിക്കുന്നു, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത വേണം. നമ്മുടെ മുൻപിലുള്ള ശത്രുവിനെ തോൽപ്പിക്കുവാൻ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത. പ്രാർത്ഥിക്കുന്നവരായിരിക്കാം നിങ്ങളൊക്കെ, ഞാനും നിങ്ങളും ഒക്കെ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ സ്ഥിരതയോടുകൂടിയ പ്രാർത്ഥന, മടുത്തു പോകാതെയുള്ള പ്രാർത്ഥന, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന, വിശ്വസ്തയോടുകൂടിയ പ്രാർത്ഥന, ഇതിലൊക്കെയാണ് ദൈവം പ്രസാദിക്കുന്നത്. അല്ലാതെ എത്ര മണിക്കൂറുകൾ നമ്മൾ പ്രാർത്ഥിച്ചു എന്ന് ആ മണിക്കൂർ നോക്കിയല്ല ദൈവം അനുഗ്രഹം നൽകുന്നത്.
ദൈവത്തിന്റെ സന്നദ്ധയിൽ നമ്മൾ കഴിച്ച പ്രാർത്ഥനയിൽ എത്രമാത്രം വിശ്വസ്തതയുണ്ടായിരുന്നു. ഹിസ്കിയാവ് മരിച്ചു പോകുമെന്ന് പ്രവാചകൻ വന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ മുഖം ചുവരിന് നേരെ തിരിച്ചുകൊണ്ട് ഹിസ്കിയാവ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ഞാൻ അങ്ങയുടെ സകൽ കഴിച്ച വിശ്വസ്തയോടുകൂടിയ പ്രാർത്ഥന കണ്ടിട്ട് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്, നമ്മുടെ മുൻപിൽ ഒരു പോരാട്ടമുണ്ട്. ഇന്ന് പകൽക്കാലം ശത്രു പ്രബലനായി നമ്മുടെ മുൻപിലേക്ക് വരുമ്പോൾ ആ ശത്രുവിന്റെ തന്ത്രങ്ങളെ നേരിടുവാൻ ഒന്ന്, നാം ശക്തിപ്പെടുക ദൈവത്തിൽ. രണ്ട്, ദൈവം നൽകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട്, അർത്ഥാൽ ദൈവകൃപയുടെ വസ്ത്രം ധരിച്ച് മുന്നോട്ട് പോകുക. മൂന്ന്, പ്രാർത്ഥനയിൽ സ്ഥിരപ്പെട്ടുകൊണ്ട് വിശ്വാസത്തോടെ മുൻപോട്ട് പോകുക. ശത്രു നമ്മുടെ മുൻപിൽ കീഴടങ്ങും. കാരണം നമ്മെ വിളിച്ചവനും നമ്മെ ഇറക്കിയവനും നമ്മെ മുൻപോട്ട് നയിക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ദൈവമാണെങ്കിൽ നമ്മുടെ മുൻപിലുള്ള ശത്രു എത്ര വലിയവനായാലും അവനെ തകർത്തു കളയുവാൻ ഇന്ന് പകൽക്കാലം ദൈവം കൃപ പകരും. വിശ്വസിക്കുക, ശത്രുക്കൾ നിങ്ങളുടെ മുൻപിൽ കീഴടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് മുന്നേറുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.